ഷാലോം ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സമർപ്പിത ജീവിതത്തിലെ ഉൾവിളി മനസ്സിലാക്കി ജീവിതം സമൂഹത്തിലെ തൻ്റെ സഹോദരങ്ങൾക്കായി മാറ്റിവെച്ച് ആതുര സേവനത്തിൻ്റെ പാത സ്വീകരിച്ച ഒരു സന്യാസിനി. CMC സന്യാസിനി സഭയിലെ ഇടുക്കി കാർമൽഗിരി പ്രോവിൻസ് അംഗമായ സിസ്റ്റർ ചൈതന്യ CMC തൻ്റെ സന്യാസ സഭയുടെ ആദർശങ്ങൾക്കനുസരിച്ച് നിരവധി സാമൂഹിക സേവനങ്ങളാണ് ഇന്ന് കാഴ്ചവെക്കുന്നത്. തൻ്റെ ഭവനത്തിൽ നിന്നും ഉൾക്കൊണ്ട സഹോദര സ്നേഹത്തിൻ്റെയും ആതുര ശുശ്രൂഷയുടെയും പുണ്യങ്ങൾ തനിക്കാകും വിധം മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുകയാണ് സിസ്റ്റർ. ദിവ്യകാരുണ്യനാഥനിൽ നിന്ന് ശക്തി സ്വീകരിച്ച് എല്ലാവരാലും അവഗണിക്കപ്പെട്ട തൻ്റെ സഹോദരങ്ങൾക്ക് താങ്ങായി മാറുന്ന ഈ ജീവിതത്തിലെ അനുഭവങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സിസ്റ്റർ ചൈതന്യയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷാലോം ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി സിസ്റ്ററിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ വീട് കൈലാസം എന്ന് പറയുന്ന സ്ഥലത്താണ്. വീട്ടിൽ ചാച്ചൻ, മമ്മി, ഞങ്ങൾ 5 പെൺകുട്ടികളായിരുന്നു. എൻ്റെ നേരെയുള്ള പെൺകുട്ടി മരിച്ചു, കൊച്ചു ചെറുപ്പത്തിലേ മരിച്ചതാണ്. ഇപ്പം ഞങ്ങൾ 4 പേരുണ്ട്. എൻ്റെ നേരെയുള്ള അനിയത്തിയും കൂടെ സിസ്റ്ററായിട്ടുണ്ട്. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ തന്നെയാണ് CMCയിലെ ഇടുക്കി പ്രോവിൻസിൽ. ഇപ്പോൾ ബഥേൽ എന്ന് പറയുന്ന മഠത്തിലാണ്. പേര് സിസ്റ്റർ അൽഫോൻസ. 2 സഹോദരങ്ങൾ വിവാഹിതരായി. 2 സഹോദരങ്ങൾ വിവാഹിതരായി. മൂത്ത ചേച്ചിയും ഏറ്റവും ഇളയ അനിയത്തിയും. ഇളയ അനിയത്തിയാണ് ഞങ്ങളുടെ കൂടെ പേരൻസിൻ്റെ കൂടെ ഉണ്ട്. അവളുടെ ഹസ്ബൻഡ്, അവൾ ടീച്ചറാണ്. ഹസ്ബൻഡ് KSRTCയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് പേരൻസിന് വലിയ ഹാപ്പിയാണ്. വാർദ്ധക്യത്തിൻ്റെ വിഷമങ്ങളൊന്നും അവർ അറിയുന്നില്ല. കൊച്ചു പിള്ളേരുടെ കൂടെ സന്തോഷമായിട്ട് കഴിയുന്നു. ഞാൻ സിസ്റ്റർ ചൈതന്യയുടെ ഏറ്റവും ഇളയ അനുജിത്തിയാണ്. എൻ്റെ പേര് റിനി. ഞങ്ങൾ 4 മക്കളാണ്. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കുഞ്ഞുനാളിൽ മുതൽ വളരെ സ്നേഹത്തോടെയാണ് ജീവിച്ചിരുന്നത്. പിന്നെ എൻ്റെ ചേച്ചിയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഇത്രയും നാളത്തെ എന്തെല്ലാം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒക്കെ ഒരു കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടി വരുമ്പോഴും ഏറ്റവും അവസാനത്തെ ആശ്രയവും അതുപോലെ തന്നെ ഏറ്റവും ആദ്യത്തെ ആശ്രയവും എൻ്റെ ചേച്ചി തന്നെയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈശോയോടുള്ള സ്നേഹത്തിലും അതുപോലെ പള്ളിയിൽ പോകുന്ന കാര്യത്തിലും ഞങ്ങളെ പ്രാർത്ഥിപ്പിക്കുന്ന കാര്യത്തിലുമൊക്കെ ഒത്തിരിയേറെ മാതൃക ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ് എൻ്റെ ചേച്ചി. എൻ്റെ ചേച്ചിയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ചേച്ചിയുടെ അനുജിത്തി ആയതിൽ ഞാൻ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു, അതിലേറെ അഭിമാനിക്കുകയും ചെയ്യുന്നു. വീട്ടുപേരെന്ത് പറയും സിസ്റ്റർ? കാരക്കുന്നേൽ എന്ന് പറയും. ഒരു 19 വർഷങ്ങൾക്ക് മുമ്പ് തൊടുപുഴയിൽ നിന്നും ഇങ്ങനെ കൈലാസത്തേക്ക് കുടിയേറിയവരാണ്. കാടിനോടും കാട്ടാനയോടൊക്കെ മല്ലിട്ടാണ് എൻ്റെ പേരൻസ് ജീവിച്ചത്. വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെയും ഞങ്ങളുടെ ഒരു വീടെന്ന് പറയുന്നത് ഒരു കുഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അത്രയും ഒരു ഉള്ളിലുള്ളൊരു സ്ഥലമാണ്. കറണ്ടില്ല, വെളിച്ചമില്ല, വഴിയില്ല, വണ്ടിയില്ല, അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ഏറ്റവും ദരിദ്രമായൊരു സ്ഥലത്ത് എന്ന പോലെ ആയിരുന്നു. ഇപ്പം അതിനൊക്കെയുള്ളൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കറണ്ട് വന്നു, വഴി തെളിഞ്ഞു, വണ്ടിയായി, അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമാണുള്ളത്. സിസ്റ്ററിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ളൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്തൊക്കെ ഞങ്ങളൊരു 1.25 മണിക്കൂർ നടന്നു പോകുന്ന ഗവൺമെൻറ് ഹൈസ്കൂൾ പണിക്കൻകുടിയിലാണ് ഞാൻ പഠിച്ചത്. 1 മുതൽ 10ാം ക്ലാസ് വരെ അവിടെ തന്നെയായിരുന്നു. പിന്നെ വീട്ടിലെ അന്നത്തെ ഒരു സാഹചര്യം പറഞ്ഞാൽ, എൻ്റെ വല്യപ്പച്ചി, ചാച്ചൻ അപ്പച്ചി ഒരു തികഞ്ഞ മദ്യപാനി എന്ന് പറയാം. എൻ്റെ ചാച്ചനാണേലും അങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ സാഹചര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചാച്ചൻ ചെറുതായിരുന്നപ്പോൾ തന്നെ നാട്ടിൽ നിന്നിങ്ങ് പോന്നു. അപ്പോൾ പഠിക്കാനുള്ള സ്കൂളുകളൊന്നും അടുത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ചാച്ചനും അപ്പച്ചിയും കൂടെ ഒരുപാട് അധ്വാനിച്ചാണ്
കുറേ ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അധ്വാനിച്ച് കൃഷി ചെയ്ത് ഏറുമാടത്തിലൊക്കെ താമസിച്ച് അങ്ങനെ ജീവിതത്തിന് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അപ്പച്ചിയുടെ മദ്യപാനമായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇന്ന് വരെയും ഒരു വ്യക്തിയെയും അങ്ങനെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ പാട്ടുകൾ പാടിക്കൊണ്ട് അത് ആസ്വദിച്ചിരുന്ന ഒരാളായിരുന്നു എൻ്റെ അപ്പച്ചി, വല്യപ്പൻ. അപ്പോൾ അപ്പച്ചി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പച്ചിക്ക് ഒരുപാട് പാട്ട് വരും. റോട്ടിലൂടെയൊക്കെ നടന്ന് ഇഷ്ടം പോലെ പാട്ടുകൾ പാടുമായിരുന്നു. അപ്പം ഞാനന്നൊക്കെ ഓർക്കും അപ്പച്ചി അത് ഉണ്ടാക്കി എന്തോ പെട്ടെന്ന് വരുന്ന ഗാനങ്ങളൊക്കെ പാടുന്ന. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പച്ചി പഠിച്ചിരുന്ന കാലത്ത് സ്വന്തമാക്കിയ കുറേ പാട്ടുകളായിരുന്നു, കവിതകളൊക്കെ ആയിരുന്നു അന്നൊക്കെ പാടിക്കൊണ്ടിരുന്നതെന്ന്. ഇത്രയൊക്കെ കുടിച്ചിരുന്നെങ്കിലും എല്ലാ ദിവസവും വൈകുന്നേരം കുരിശ് വരയ്ക്കുന്നതിന് നേതൃത്വം നൽകിയിരുന്നത് അപ്പച്ചിയായിരുന്നു. ഞങ്ങളെ എല്ലാവരെയും വിളിച്ചിരുത്തി ഒന്നിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കുക. കൊന്തയല്ലാതെ ഒരു ദിവസം പോലും ഞങ്ങളുടെ വീട്ടിൽ ഇരുന്നിട്ടും ഇല്ലായിരുന്നു. പിന്നെ ഒരു സ്കൂളിൻ്റെ അവസ്ഥയിൽ നോക്കുമ്പം ഒരുവിധം നന്നായി പഠിക്കുന്ന ഒരാൾ എന്ന് പറയുമ്പം ഇപ്പോഴത്തെ ഒരു സ്കൂളിൻ്റെ അന്തരീക്ഷം നോക്കുന്നത് പോലെ അല്ല കേട്ടോ. അന്ന് 18 മാർക്ക് കിട്ടി ജയിച്ചാലും നമ്മളായിരുന്നു ഏറ്റവും മികച്ച വ്യക്തി എന്ന നിലയിൽ. ആ ഒരു ആവറേജ് പഠനം നമുക്കുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് എന്നും സിസ്റ്ററിനെ പള്ളിയിലൊക്കെ അമ്മച്ചി വിടാറുണ്ടായിരുന്നു? ഞങ്ങൾക്ക് എന്നും പള്ളിയിൽ പോകാവുന്ന ഒരു ദൂരം അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഞങ്ങൾക്ക് പള്ളിയിൽ പോയിട്ട് തിരിച്ച് വന്ന് സ്കൂളിൽ പോകാൻ തന്നെ 1.25 മണിക്കൂർ വേണം. പള്ളിയിൽ പോയിട്ട് വരാനും ഞങ്ങൾക്കൊരു 3/4 മണിക്കൂറോളം നടക്കണമായിരുന്നു. അപ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും എല്ലാ ദിവസവും പള്ളിയിൽ വിട്ടിരുന്നു. അതിപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും മമ്മി രാവിലെ എണീപ്പിച്ച് പള്ളിയിൽ വിടുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. പിന്നെ മമ്മിയെ സംബന്ധിച്ച് മമ്മി എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഒത്തിരി ആളുകളോട് ഏറ്റവും ശാന്തമായിട്ട് ഇടപെടുക, വിനീതമായിട്ട് ഇടപെടുക, മറ്റുള്ളവർ സന്തോഷത്തോടെ പെരുമാറുക. വീട്ടിലെ മദ്യപാനത്തിൻ്റെ രീതിയിൽ കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ പോലും എൻ്റെ മമ്മി ഒരുപാട് ശാന്തതയോട് കൂടിയിട്ട് അതിനെ നേരിട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കുടിയുടെ പേരിൽ എൻ്റെ അപ്പച്ചിയെയോ ചാച്ചനെയോ ഒരിക്കലും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് മമ്മി കുറ്റപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ ഞങ്ങൾക്കൊരു നല്ല മാതൃക. അവരെപ്പോഴും ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ മമ്മി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മമ്മി തികഞ്ഞൊരു പാവങ്ങളോടുള്ളൊരു വലിയ സ്നേഹം മമ്മിയുടെ മനസ്സിലുണ്ടായിരുന്നു. എപ്പോഴും ഞങ്ങൾക്ക് തന്നെ ഒരു പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചാൽ മമ്മി ഉടനെ തന്നെ ഞങ്ങൾക്കുള്ളതിൽ ഏറ്റവും പഴയത്, കീറിയതൊന്നും ആയിരിക്കില്ല, പാവങ്ങൾ ആരെങ്കിലും വന്നാലും മമ്മി അതെടുത്ത് ഞങ്ങളെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുമായിരുന്നു. അപ്പം ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ചേച്ചിക്കും ഞങ്ങൾക്കൊക്കെ നമ്മുടെ ഒരു ഡ്രസ്സ് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്കത് ഒരു സന്തോഷമായിരുന്നു. കാരണം അത് കൊടുത്തിട്ട് അവരുടെ കൈ കിട്ടുമ്പോൾ അവരുടെ മുഖത്തുള്ളൊരു സന്തോഷം, ഒരു പ്രകാശം, അതിനെ ഞാൻ ഒത്തിരി ആസ്വദിച്ചിട്ടുണ്ട്. അതൊക്കെയാണെന്ന് തോന്നുന്നു മമ്മിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു സ്നേഹം. പിന്നെ ഒരിക്കലും ഞങ്ങൾ വീട്ടിൽ ഒത്തിരി പണിക്കാരൊക്കെ ഉള്ളൊരു കുടുംബം. അന്ന് ഒത്തിരി ഏക്കർ സ്ഥലം ഉള്ളത് കൊണ്ട് കുരുമുളകായിരുന്നു കൃഷി. അപ്പോൾ ഒത്തിരി പണിക്കാരുണ്ട്. ഒരിക്കൽ പോലും പണിക്കാരെ വേർതിരിച്ചിരുത്തി ഒരു ഭക്ഷണം കഴിക്കൽ അങ്ങനെയൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരും കൂടെ അപ്പച്ചി, അമ്മയും മമ്മിയൊക്കെ അവസാനമേ കഴിക്കത്തുള്ളൂ. പക്ഷേ അപ്പച്ചി, ചാച്ചൻ, ഞങ്ങൾ മക്കൾ, പണിയാൻ വരുന്ന ആളുകൾ, അവരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി, അതും ഇന്നും സമൂഹത്തിലെ ഏറ്റവും താഴ്ന്നവരെ ഒരിക്കലും മാറ്റി നിർത്താതിരിക്കാൻ എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു വലിയ ഒരു മാതൃകയായിരുന്നു അത്. ശരി. സിസ്റ്ററിൻ്റെ കുട്ടിക്കാലത്തെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? പ്രാർത്ഥിക്കാൻ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. ചെറുപ്പത്തിലേ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ പറയുമായിരുന്നു, കൊന്ത പഠിച്ചിട്ട് കാണാതെ പറഞ്ഞു കേൾപ്പിക്കുന്നവർക്ക് സമ്മാനം തരാം എന്നുള്ള ഒരു വാഗ്ദാനമൊക്കെ കിട്ടിയപ്പം ഞാൻ ഏറ്റവും ആദ്യം തന്നെ അത് കാണാതെ പഠിച്ച് ഏറ്റവും ആദ്യം ഞാനാണ് പോയി അച്ഛനെ ചൊല്ലി കേൾപ്പിച്ച്. പ്രാർത്ഥനയിലൊക്കെ വീട്ടിലൊക്കെ നമ്മൾ സന്ധ്യാപ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ ആരെ ലീഡ് ചെയ്തുകൊണ്ട് സിസ്റ്ററായിരുന്നോ? ഈ കൊന്ത പഠിച്ചതിന് ശേഷം ഞാനായിരുന്നു കൂടുതൽ ലീഡ് ചെയ്യുക. കാരണം എനിക്കത് കാണാതെ അറിയാമല്ലോ. ചേച്ചി പഠിക്കുന്നതിന് മുട്ടിന്മേൽ നിർത്തിയാണല്ലോ പേരൻസ് നമ്മളെ. മുട്ടിന്മേൽ നിൽക്കണമെന്ന് അപ്പച്ചിക്ക് നിർബന്ധമായിരുന്നു. അത് മുട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പച്ചി അതിനെ നിർബന്ധം പിടിച്ചിരുന്നത് കൊണ്ട്. പിന്നെ ഒരു സ്ഥിരം വേറെ പ്രാർത്ഥനകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കുക അങ്ങനെയൊന്നും അറിവില്ലായിരുന്നു. ഒന്നും ഞങ്ങളുടെ ഇടവകയിൽ അങ്ങനെ ഒരു സിസ്റ്റേഴ്സിൻ്റെ ഒന്നുമില്ല. 10ാം ക്ലാസ്സൊക്കെ പഠിച്ച് കയറി വന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെയാണ് ഞങ്ങളെ വേദപാഠമൊക്കെ പഠിപ്പിക്കുക. അപ്പോൾ ഒരു സുഹൃത ജപം ചൊല്ലി നടക്കണം, പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം, അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെയുള്ളത് മമ്മി കൊണ്ടുപോയിട്ട് പള്ളിയിൽ ചെന്ന് എല്ലാ രൂപത്തിലും മുമ്പിലും കൊണ്ട് നിർത്തി നമ്മളെ പ്രാർത്ഥിപ്പിക്കും. ശനി ഞായർ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ശനിയാഴ്ച ഒരു മാതാവിനോടുള്ള ഭക്തി
അത് വേണം, നിർബന്ധമായിട്ടും പള്ളിയിൽ പോകണം, മാതാവിൻ്റെ നൊവേന കൂടണം, അതൊക്കെ ഒരു നിർബന്ധമായിരുന്നു. പിന്നെ ഈ സിസ്റ്ററാകാൻ പ്രേരിപ്പിച്ചത് വീട്ടിൽ നിന്ന് അമ്മച്ചി മാതാപിതാക്കളാണോ അതോ സിസ്റ്റർ തന്നെ എടുത്തൊരു തീരുമാനമായിരുന്നോ? ഞാൻ PDCക്ക് പഠിക്കുന്നത് മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിലാണ്. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു കാലത്ത് ഞാൻ നല്ലൊരു തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു. ഒപ്പം തന്നെ കോളേജിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നടന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ആരും എൻ്റെ മനസ്സിലും ചെറുപ്പത്തിലൊക്കെ സിസ്റ്റേഴ്സിനെ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ അന്നൊക്കെ വലിയ ആളാകാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു ഞാനൊരു സിസ്റ്ററാകും. ചെറുപ്പത്തിൽ മുതലേ പറയും. അപ്പോൾ സ്കൂളിലൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ സിസ്റ്റർ ആകുമെന്ന് ചോദിച്ചാൽ ആദ്യം കൈപ്പൊക്കുന്ന കൂട്ടത്തിൽ ഉണ്ട്. പക്ഷെ ആരാണ് എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം കോളേജിൽ പഠിച്ച ഒരു കാലഘട്ടത്തിൽ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക്, അന്ന് മദർ തെരേസ ഒരുപാട് വിളങ്ങി നിന്നൊരു കാലമായിരുന്നു. ഒത്തിരി പാവങ്ങളെ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ സ്ഥിരം മാധ്യമങ്ങളിലൂടെയൊക്കെ മദർ തെരേസയുടെ കാര്യങ്ങളൊക്കെ വരുമ്പം അത് ഓരോന്നും വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ഭയങ്കര സ്പന്ദനം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം തൊട്ട് എനിക്ക് അമ്മ ചെയ്യുന്നത് പോലെ ചെയ്യണം, അമ്മയെപ്പോലെ ഒരു പാവങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരാളായിട്ട് തീരണം. ആ ഒരു ആഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സന്യാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് ആ രീതിയിലാകണം എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായത്. അപ്പം ഞാനത് ആദ്യം പറയാനൊന്നും പറ്റില്ലല്ലോ, വീട്ടിൽ പറയാൻ പേടിയായിരുന്നു. പിന്നെ ആരും ഞങ്ങളുടെ കുടുംബത്തിലും അങ്ങനെ സിസ്റ്റേഴ്സ് ഉള്ളതായിട്ടൊന്നും അറിയില്ല. അപ്പം ഞാൻ PDCക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവരറിയാതെ പത്രത്താളിൽ ഇങ്ങനെ മദർ തെരേസയുടെ മഠത്തിലെ ഒരു അഡ്രസ്സ് കിട്ടി. ഞാൻ ആ അഡ്രസ്സ് വെച്ച് ഞങ്ങൾ കൂട്ടുകാരികൾ ഒരു 3-4 പേരൊന്നിച്ച് ലെറ്റർ അയച്ചവർക്ക്. അപ്പം ഞങ്ങൾക്ക് തിരിച്ച് ഹോസ്റ്റലിലേക്കാണ്, ഞങ്ങൾ ഹോസ്റ്റലിലേക്കാണ് ലെറ്റർ വന്നത്. ഈ ഇങ്ങനെ ഇന്ന ദിവസം ക്യാമ്പുണ്ട്, ചെല്ലണമെന്ന് പറഞ്ഞ്. അപ്പം അത് പേരൻസിൻ്റെ കയ്യിലാണ് സിസ്റ്റർ കൊടുത്തത് ലെറ്റർ. അത് ഭയങ്കരമായിട്ട് വീട്ടുകാർക്ക് ഭയങ്കര പേടിയായി. അവരൊക്കെ അന്വേഷിച്ചിട്ട് അത് ഒത്തിരി എന്നെ വഴക്കല്ല, അവർ പറഞ്ഞു ഒരു കാരണവശാലും മദർ തെരേസയുടെ മഠത്തിൽ വിടില്ല. കാരണം അവർ പറഞ്ഞവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, 10 വർഷം കഴിഞ്ഞേ വീട്ടിൽ വരാൻ പറ്റുള്ളൂ, വീടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് നിന്നെ ഉപേക്ഷിച്ച് വിടാൻ പറ്റത്തില്ല, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് നീ അങ്ങനെ വല്ലതും പോവുകയാണെങ്കിൽ പോയാൽ മതി, ഒരു കാരണവശാലും അല്ലാതെ ഒരു കാര്യത്തിൽ നീ സ്റ്റെപ്പ് എടുത്ത് വെക്കണ്ട എന്നുള്ളൊരു തീരുമാനമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കോളേജിൽ. അപ്പം ഒരു വെള്ളിയാഴ്ച എനിക്ക് തോന്നുന്നു ഈ ഒരു മദ്യപാനത്തിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ആരും അറിയാതെ കുറേ വേദനകൾ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം അതൊന്നും ഞാൻ ആരോടെ എടുത്തും എൻ്റെ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറയുന്നവരുടെ മുമ്പിലും ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ പലപ്പോഴും ഞങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്സായിട്ടാണ് കരുതിയിരുന്നത്. അപ്പോൾ ഈ ഒരു PDCയുടെ അവസാന കാലഘട്ടമായപ്പോൾ ഇതുപോലൊരു ചെറിയ നൊമ്പരപ്പെടുത്തുന്ന ഒരവസ്ഥ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി. അപ്പം എനിക്കത് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വല്ലാതെ സ്റ്റക്കായിപ്പോയൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ ചെന്നു എനിക്ക് ആകെ അപ്പോൾ ആശ്രയം ഈ പ്രെയർ ഗ്രൂപ്പിൽ പോവുക, പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടായിരുന്നുള്ളൂ. അത് കൂട്ടുകാരികളോട് ഞാൻ പറഞ്ഞു, ഞാൻ നന്നായിട്ട് കൂട്ടുകൂടുന്ന ആളാണ്, എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഞാനൊരു മൂടിയായിപ്പോയൊരു അവസ്ഥ ഫീൽ ചെയ്തു. അപ്പോൾ അവരിൽ നിന്ന് എന്തോ ഞാൻ അകന്നു എന്നൊരു വിഷമമായിരുന്നു. അപ്പോൾ അത് ഞങ്ങളെ തമ്മിൽ അല്പം അങ്ങ് അകറ്റി. എനിക്കും ഇവരോട് ഇത് ഷെയർ ചെയ്താൽ മതിയായിരുന്നു, പക്ഷേ ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അവരും അതൊരു തെറ്റിദ്ധരിച്ച് ഞങ്ങൾ തമ്മിലൊരു വലിയൊരു വിടവ് അവിടെ ഉണ്ടായി. ആ വിടവിൻ്റെ സമയത്ത് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാൻ എനിക്ക് സമയം കിട്ടി. ഞങ്ങളുടെ ഹോസ്റ്റലിലെ ചാപ്പലിൽ കയറിയിരുന്നൊക്കെ അവിടെ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഫ്രണ്ട്ഷിപ്പൊക്കെ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ അവസ്ഥ വന്നാൽ മാറിപ്പോകാവുന്ന മാത്രമേ ഉള്ളൂ. തമ്പുരാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ശാശ്വതമായിട്ട് എനിക്കൊരാശ്വാസം തരാനും എൻ്റെ കൂടെ ആയിരിക്കാനും ഉള്ളൂ. അങ്ങനെയാണ് അപ്പം മദർ തെരേസയുടെ ഒരു ചിന്തയും കൂടെ ഉള്ളിൽ കിടന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സന്യാസ ജീവിതത്തിലേക്ക് തന്നെ ഞാൻ പോകുമെന്ന് ഒരു തീരുമാനം എൻ്റെ ഉള്ളിലുണ്ടായത്. എൻ്റെ ഫ്രണ്ട്സിനോടൊന്നും ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, കാരണം പറഞ്ഞാൽ ഒരിക്കലും അവർ വിശ്വസിക്കുകയും ഇല്ല ഞാനിങ്ങനെ മഠത്തിൽ പോകുക എന്നുള്ളൊരു കാര്യം. ഇത് കൂട്ടുകാർ കൂടിയല്ല ഇങ്ങനെ ഇതിനകത്ത്? അത് 2-3 പേര് മാത്രം, ഞങ്ങൾക്ക് മാത്രമേ അറിയൂ, വേറെ ആർക്കും അറിയില്ല. അവരെല്ലാം സിസ്റ്ററായോ? അവരിൽ ഞങ്ങൾ 3-4 പേര് ഒന്നിച്ച് പോയി, ഒരാൾ തിരിച്ചു പോന്നു, ബാക്കി എല്ലാവരും ഞങ്ങൾ സിസ്റ്റേഴ്സാണ്. ഈ CMC കോൺഗ്രിഗേഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്തായിരുന്നു സിസ്റ്റർ? പ്രെയർ ഗ്രൂപ്പ് നയിച്ചിരുന്ന ഞങ്ങളുടെ സിസ്റ്റർ ആനി പോൾ എന്ന് പറഞ്ഞൊരു സിസ്റ്ററാണ് കോളേജിൽ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് സിസ്റ്ററിനെ പഠിപ്പിക്കുന്നില്ല, ഈ പ്രെയർ ഗ്രൂപ്പിൽ മാത്രമാണ് സിസ്റ്റർ അന്ന് ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളവിടെ ചെന്നിരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും എൻ്റെ മനസ്സ് കണ്ടറിഞ്ഞിട്ട് സിസ്റ്റർ ഈശോയോട് പ്രാർത്ഥിക്കുന്നത് പോലെ. അതെന്നെ ഒരുപാട് സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയിലൂടെ എനിക്ക് ഒത്തിരി ആശ്വാസം കിട്ടിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ മദർ തെരേസയുടെ മഠത്തിൽ വിടില്ല എന്ന് പറഞ്ഞപ്പം പിന്നെ ഞാനൊരു അഭയം തേടിയത് സിസ്റ്ററിൻ്റെ അടുത്താണ്. അപ്പം ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് എന്ന് ഷെയർ ചെയ്തിട്ട് പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് മഠത്തിൽ ചേരണം, പക്ഷേ എനിക്കൊരിക്കലും ഇവിടെ ഈ പഠിപ്പിച്ച് ടീച്ചേഴ്സായിട്ട് അങ്ങനെ ഒരു ജോലി ചെയ്ത് നടക്കാനൊന്നും എനിക്കിഷ്ടമില്ല. എനിക്ക് ആകെ ഇഷ്ടമുള്ളത് പാവങ്ങളെ ശുശ്രൂഷിക്കാനാണ്. അപ്പോൾ CMCയിൽ സിസ്റ്റർ പഠിപ്പിക്കുമല്ലോ, അപ്പോൾ ഞാനടുത്ത് CMC പഠിപ്പിക്കുക മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു മിഷനായിട്ട് പോകാൻ, വീട്ടിൽ നിന്ന് എന്താണേലും മദർ തെരേസയുടെ മഠത്തിൽ വിടില്ല, അപ്പം മിഷനായിട്ട് പോകാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രിഗേഷൻ എനിക്ക് പറഞ്ഞു തരാമോ എന്ന് സിസ്റ്ററിൻ്റെ അടുത്താണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ CMCയിലും അതിന് സാധ്യതയുണ്ട്, ഞങ്ങൾ ഒത്തിരി മിഷനറിമാരുണ്ട്, അവിടെ എല്ലാം പോകാൻ സാധ്യതയുണ്ട്, മോള് ക്യാമ്പിന് വായു. അങ്ങനെയാണ് ഞാൻ കോഴിപ്പള്ളിയിൽ കോതമംഗലം രൂപതയിൽ കോഴിപ്പള്ളിയിലാണെന്ന്, കോതമംഗലം പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസായിരുന്നു. ഞാൻ 1990 PDC കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ ക്യാമ്പിന് ചെല്ലുക. അവിടെ ചെന്നതോടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആരും ഒന്നും പറഞ്ഞിട്ടല്ല. മമ്മിക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നില്ലേ? വിഷമമായിരുന്നു, പക്ഷേ അത് ഞാൻ പറഞ്ഞിരുന്നു വീട്ടിൽ, ഞാൻ സിസ്റ്റർ ആകാൻ ഞാനൊരു സന്യാസ ജീവിതത്തിലേക്ക് പോകത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവരങ്ങനെ ഒത്തിരി തടസ്സപ്പെടുത്തിയൊന്നുമില്ല. എൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അത്, കാരണം അന്ന് എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിരുന്നു. ചേച്ചി PDC പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കെട്ടിച്ചത്. അപ്പോൾ രണ്ടാമത്തെ ആൾ ഞാനാണ്. അപ്പോൾ അവർ 4 പെൺകുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരെല്ലാം പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ചാച്ചനും മമ്മിയും പറഞ്ഞത് ഇതാണ്, നിൻ്റെ താല്പര്യം 100% അതാണെങ്കിൽ ഞങ്ങളായിട്ട് എതിർക്കുന്നില്ല, പക്ഷെ മദർ തെരേസയുടെ പടത്തിൽ വിടുകയില്ല. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ അവിടെ കർമ്മലീത്ത മഠത്തിൽ ചെല്ലുന്നത്. സിസ്റ്ററിൻ്റെ ഫോർമേഷൻ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കാമോ? ഫോർമേഷൻ കാലഘട്ടം എനിക്ക് ചിന്തിക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടൊരു കാലഘട്ടം എന്ന് എനിക്ക് പറയാം. സന്തോഷം എന്ന് വെച്ചാൽ വേറെ വേദനിപ്പിക്കുന്ന രോഗങ്ങളോ പ്രശ്നങ്ങളോ സങ്കടങ്ങളോ ഒന്നും എനിക്ക് ഓർത്തെടുക്കാനില്ല. എൻ്റെ അമ്മമാരൊക്കെ എന്നെ ഒരുപാട് വളർത്തി, പ്രത്യേകിച്ച് മിസ്ട്രസ്സുമാരുടെ കയ്യിൽ നിന്നൊക്കെ എനിക്കൊത്തിരി, എന്നെ അവർ ശരിക്കും അംഗീകരിച്ച് എൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ് എനിക്കൊത്തിരി സാഹചര്യങ്ങൾ തന്ന് എന്നെ വളർത്തിയ ഒരു കാലഘട്ടമായിരുന്നു അത്. ഏത് വർഷമാണ് സിസ്റ്റർ ആയത്? ഞാൻ 1994 ഏപ്രിൽ 20 എൻ്റെ ഫസ്റ്റ് പ്രൊഫഷൻ. ഏപ്രിൽ 20. അതിനെക്കുറിച്ചൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ഒരു പ്രൊഫഷൻ വെസ്റ്റേഷനൊക്കെ ആ കാലഘട്ടത്തിൽ ഒത്തിരി ആഘോഷമായിട്ട് നടത്തിയിരുന്നതാണ്. പക്ഷെ ഞങ്ങളുടെ 2 വർഷം, എനിക്ക് തൊട്ട് മുമ്പുള്ള ഞങ്ങളുടെ വർഷവും ഞങ്ങളുടെ ആഘോഷമില്ലാന്നാക്കി. 10 പേര് മാത്രമേ വീട്ടിൽ നിന്ന് വരാവുള്ളൂ. പിന്നെ ഞങ്ങളുടെ ചേച്ചിമാരുടെയൊക്കെ വെസ്റ്റേഷന് ശരിക്കും പറഞ്ഞാൽ വലിയ കല്യാണ പെണ്ണുങ്ങളെ ഒരുക്കുന്നത് പോലെ മുടിയൊക്കെ നിരത്തിയിട്ട് മുടിയൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സുകൊണ്ടൊക്കെ ഞങ്ങളുടെ വെസ്റ്റേഷനൊക്കെ ഇങ്ങനെ കാത്തിരുന്നൊരു സമയമായിരുന്നു. പക്ഷെ ഒരിക്കൽ ഞങ്ങളുടെ ഒരു ഇതിൻ്റെ വന്നപ്പോഴത്തേനും പിതാവ് ഒരു തീരുമാനം പറഞ്ഞു, അതെല്ലാം ക്യാൻസൽ ചെയ്തു. എല്ലാം എന്ന് വെച്ചാൽ മുടിയൊക്കെ ചുരുട്ടിക്കെട്ടി വന്നാൽ മതി. പെട്ടെന്ന് ഞാൻ ഈശോട് ചോദിച്ചു, കാരണം ഞാൻ ഫോർമേഷനിലായിരുന്ന കാലത്ത് എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നു, ഒരു മുട്ടിൻ്റെ ഒപ്പം തന്നെ മുടി ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഉള്ളിലൊരു ചെറിയൊരു അഹങ്കാരം, കാരണം ഇത് മുറിച്ച് കളഞ്ഞിട്ടും കൂടാണ് ഞാൻ ഈശോയ്ക്ക് വേണ്ടി വരുന്നതെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് വരുന്നവരൊക്കെ ഒന്ന് കാണണം എന്ന് എവിടെയോ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ ചെറിയ അഹങ്കാരത്തിന് പോലും ഈശോ ഇടം തന്നില്ല. കാരണം അത്രയും നിഷ്കളങ്കമായ മനസ്സോട് കൂടിയിട്ട് ആൾക്കാരെ നിർത്താൻ വേണ്ടിയിട്ട് ഈശോ ഓരോ ചെറിയ കാര്യങ്ങളും ക്രമീകരിച്ചതായിട്ട് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. 1994 ഏപ്രിൽ 20 ഈശോയ്ക്ക് നല്ല സന്തോഷത്തോടെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ളൊരു ജീവിതമായിട്ട് അന്ന് കോതമംഗലം കത്തീഡ്രലിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ വെസ്റ്റേഷൻ. അപ്പോൾ അത് സന്തോഷത്തോടു കൂടിയിട്ട് ആസ്വദിക്കാനായിട്ട് സാധിച്ചിരുന്നു. സിസ്റ്ററായ ശേഷം എന്തൊക്കെയാണ് സിസ്റ്റർ ചെയ്തിട്ടുള്ളത്? സിസ്റ്ററായി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞങ്ങൾ കോളേജിൽ വിടുമായിരുന്നു ചെയ്തത്. ഞങ്ങളുടെ ബാച്ച് ഞങ്ങൾ 24 പേരായിരുന്നു ഒന്നിച്ചുണ്ടായിരുന്നത്. മിക്കവാറും എല്ലാവരെയും തന്നെ, ഞങ്ങളാരെയും അങ്ങനെ ഹൗസിൽ നിർത്തിയില്ല, എല്ലാവരെയും പഠിപ്പിക്കാനായിട്ട് വിട്ടു. അപ്പം ഞാൻ പഠിക്കാൻ പോയത് അന്ന് വിമല കോളേജ് തൃശ്ശൂരിലായിരുന്നു. BSc മാത്തമാറ്റിക്സിനാണ് ഞാൻ അന്ന് അവിടെ ചേർന്നത്. പഠനം കഴിഞ്ഞ് ഏത് ഫീൽഡിലേക്കാണ് സിസ്റ്റർ വന്നത്? ഞാൻ ഡിഗ്രി പഠിച്ചത് വിമല കോളേജിൽ, PG MSc മാത്തമാറ്റിക്സ് ഞാൻ സെൻറ്റ് മേരീസ് കോളേജ് തൃശ്ശൂർ അവിടെ ചെയ്തു. അതിനുശേഷം 1 വർഷം ഞങ്ങളുടെ നിത്യവ്രതത്തിൻ്റെ കോഴ്സ് എന്ന് വെച്ചാൽ ഫൈനൽ പ്രൊഫഷൻ ചെയ്യാനായിട്ട് അത് ആലുവയിലായിരുന്നു. 1 വർഷം ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് നിത്യമായിട്ട് വ്രതം ചെയ്യാനായിട്ടുള്ളൊരൊരുക്കം. നിത്യവ്രതത്തിന് ശേഷം വന്നാണ് B.Ed ചെയ്ത് പൂർത്തിയാക്കി. അത് അടിമാലി SNTP യോഗം ട്രെയിനിങ് കോളേജിലാണ് B.Ed മാത്തമാറ്റിക്സ് B.Ed ചെയ്തത്. 2001 ഇതെല്ലാം കഴിഞ്ഞ് 2001 സെപ്റ്റംബർ മാസത്തിലാണ്
കൂമ്പമ്പാറ ഫാത്തിമ മാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു മാത്തമാറ്റിക്സിൻ്റെ ടീച്ചറായിട്ട് ഞാൻ അപ്പോയിൻ്റ് ചെയ്ത് ജോലി ചെയ്യാൻ കയറിയത്. ഒരു സിസ്റ്റർ എന്ന നിലയിൽ അധ്യാപന ജീവിതത്തിൽ കുട്ടികളോടുള്ള സമീപനം എന്തായിരുന്നു? കുട്ടികളോട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. കുട്ടികളെന്ന് വെച്ചാൽ ഞാൻ വരുന്ന ഒരു സമയത്ത് ഞാൻ +2 പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. +2 എനിക്ക് അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. UP അപ്പോയിൻമെൻറ്റിൽ ഞാൻ +2 മാത്സിന് വേറെ ആളില്ലാതെ പഠിപ്പിക്കുമായിരുന്നു. എവിടെയൊക്കെ സിസ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ? ഞാൻ കൂമ്പമ്പാറ സ്കൂളിൽ മാത്രമാണ് പഠിപ്പിച്ചിട്ടുള്ളൂ. അവിടെ കയറി UP സെക്ഷനിലും പഠിപ്പിച്ചിട്ടുണ്ട്, +2 കൂടുതൽ +2 മാത്സ് പഠിപ്പിച്ചുകൊണ്ട്. മാത്സായിരുന്നു വിഷയം. സിസ്റ്ററിന് കുട്ടികളോടുള്ള സമീപനം എങ്ങനെയായിരുന്നു എന്ന്? എനിക്ക് കുട്ടികളെ നല്ല ഇഷ്ടമായിരുന്നു. പിള്ളേരോട് പഠിപ്പിക്കാനും എനിക്കിഷ്ടമായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച ഒരാളാണ്. എന്നുവെച്ചാൽ വലിയ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് തൃശ്ശൂരുള്ള ഹൈ സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിൻ്റെ കൂടെ ഇരുന്ന് പഠിച്ച് അങ്ങനെ വന്നുകൊണ്ട് തന്നെ പഠനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒത്തിരി എനിക്കറിയാമായിരുന്നു. ഞാൻ വരുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഒത്തിരി മാത്സിന് പെർസെൻറ്റേജ് കുറഞ്ഞിരുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളെ പേഴ്സണലായിട്ട് കാണാനും മാത്സിന് എപ്പോഴും ഞങ്ങൾക്കൊരു ട്രിക്കുണ്ട്. എല്ലാം സിംപ്ലിഫൈ ചെയ്ത് പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു രീതിയാണ്. പക്ഷേ അതിനിടയിലുള്ള കുറച്ച് സ്റ്റെപ്സാണ് എപ്പോഴും പിള്ളേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു ആവറേജ് ടീച്ചറായിരുന്നത് കൊണ്ട് ഞാൻ ഈ സ്റ്റെപ്പുകളെല്ലാം കടന്നേ അവസാനത്തെ സൊല്യൂഷനിലെത്താറുള്ളൂ. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കുട്ടികൾ രാത്രിയിലും പകലുമൊക്കെ ആയിട്ട് സംശയം ചോദിക്കാൻ വരുന്നതും തിരുത്തി കൊടുക്കാൻ സാധിക്കുന്നതും രാത്രികളിലൊക്കെ ഒത്തിരി ഇരുത്തി പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ ആ മഠത്തിൽ തന്നെ, ഞങ്ങളുടെ സ്കൂളും മഠമൊക്കെ അടുത്ത് തന്നെയായിരുന്നു. ഒത്തിരി പിള്ളേർ വരും, അവരെ അവിടെ ഇരുത്തി പഠിപ്പിക്കും, അല്ലെങ്കിൽ കിടത്തി പഠിപ്പിക്കും. അങ്ങനെ ഒത്തിരി സമയമെടുത്ത് അവർ നല്ലൊരു ശതമാനം ഉയർത്തിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. കുട്ടികളെ ഒത്തിരി വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാനൊക്കെ സിസ്റ്ററിന് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടുണ്ട്. ആ ഒരു കുഞ്ഞുങ്ങളുടെ ഒരു ലൈഫ് ഒത്തിരി പേരെ പേഴ്സണലായിട്ട് മനസ്സിലാക്കാനും തുറന്ന് സംസാരിക്കാനും വിഷമകരമായ അവസ്ഥയിലൂടെ പോയവരെയൊക്കെ വിശ്വാസത്തിലും അവരുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. സിസ്റ്റർ എത്ര വർഷം സ്കൂളിൽ പഠിപ്പിച്ചു? 8.5 വർഷം. ഞാൻ 2001 കയറി 2009 ഞാൻ റിസൈൻ ചെയ്യുകയാണ് ചെയ്തത്. എൻ്റെ രണ്ടാമത്തെ മോളാണ് സിസ്റ്റർ ചൈതന്യ. ഒത്തിരിയേറെ ചെറുപ്പം മുതൽ തന്നെ ഒത്തിരി എല്ലാ ആത്മീയ കാര്യങ്ങൾക്കും, പള്ളി പോകുന്ന കാര്യങ്ങൾക്കും, പ്രാർത്ഥന കാര്യങ്ങൾക്കും, പാവങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി ശ്രദ്ധയുണ്ടായിരുന്നു. കാരണവന്മാരോടും മാതാപിതാക്കളും എല്ലാം നല്ല സ്നേഹത്തോടു കൂടി വളർന്നു വന്നതാണ്. പിന്നെ പഠനമൊക്കെ കഴിഞ്ഞപ്പോൾ മദർ തെരേസയുടെ മഠത്തിൽ പോകണമെന്ന് പറഞ്ഞു. അത് ആഗ്രഹം അങ്ങനെ സാധിക്കാതെ വന്നു കഴിഞ്ഞപ്പം CMC മഠത്തിൽ പോയി ചേർന്നു. സന്തോഷത്തോടു കൂടി അങ്ങനെ കഴിയുന്നു. സിസ്റ്റർ ചൈതന്യ CMC ആയിരുന്നു ഇത്രയും നേരം നമ്മോട് കൂടി ഉണ്ടായിരുന്നത്. സിസ്റ്ററിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി അടുത്ത ആഴ്ച വരെ നമുക്ക് കാത്തിരിക്കാം.